ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം മലാല യൂസഫ്സായി, ഒരു പാകിസ്ഥാനി സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ജീവിതക്കുറിപ്പുകൾ. നോബൽ പ്രൈസ് വിന്നറാണ് മലാല യൂസഫ്സായി. കടപ്പാട്, ഇൻസൈറ്റ് പബ്ലിക്ക, നടക്കാവ്, കോഴിക്കോട്, കേരള. ഇപ്പോൾ ഡയറി കുറിപ്പുകളാണ് വായിക്കുന്നത്. ഇന്ന് വായിക്കാൻ പോകുന്നത് ഭാഗം 4 3 വരെ ഞാൻ വായിച്ചു കഴിഞ്ഞു. മലാല യൂസഫ്സായി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുവരെ വായിക്കാൻ കഴിയാത്തവർക്ക് പ്ലേലിസ്റ്റിൽ നിന്നും വായിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വായിച്ചു തുടങ്ങാം. പ്രതീക്ഷ തകർന്നു. 2009 ഫെബ്രുവരി 18 ബുധൻ. ഞാനിന്ന് അങ്ങാടിയിൽ പോയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. സമാധാന ഉടമ്പടിയിൽ ആളുകൾ സംതൃപ്തരായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം ഞാനൊരു ഗതാഗത കുരുക്ക് കണ്ടു. വൈകുന്നേരം സ്വാത്തിലെ ഒരു പത്രപ്രവർത്തകൻ്റെ മൂസ കാൽഖൽ മരണവാർത്തയുമായാണ് ഉപ്പ എത്തിയത്. ഉമ്മയ്ക്ക് ആകെ സങ്കടമായി. സമാധാനത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷ അസ്തമിച്ചു. 2009 ഫെബ്രുവരി 19 വ്യാഴം. യുദ്ധമില്ല, ഇനി സമാധാനം. ഉമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ഉപ്പയാണ് ഇന്നത്തെ പ്രാതൽ തയ്യാറാക്കിയത്. പത്രപ്രവർത്തകൻ്റെ മരണവാർത്ത തന്നെ എന്തിനാണ് അറിയിച്ചതെന്ന് ഉമ്മ ഉപ്പയോട് ചോദിച്ചു. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു, ഇനി മുതൽ നമ്മൾ സമാധാനത്തെക്കുറിച്ചല്ലാതെ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുകയില്ല. സ്കൂൾ പ്രധാന അധ്യാപികയുടെ അറിയിപ്പുണ്ടായിരുന്നു. പരീക്ഷകൾ മാർച്ച് ആദ്യത്തെ ആഴ്ചയിൽ തുടങ്ങുമെന്നായിരുന്നു. അതിൽ ഞാൻ എൻ്റെ പഠിത്തത്തിലേക്ക് തിരിഞ്ഞു. 2009 ഫെബ്രുവരി 21 ശനി. പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാം. സ്വാത്തിലെ അവസ്ഥകൾ ക്രമേണ ശാന്തമായി തുടങ്ങി. വെടിവയ്പ്പുകളും പീരങ്കികളുടെ തീതുപ്പലും കുറഞ്ഞു. പക്ഷേ ജനങ്ങൾ ഇപ്പോഴും ഭയചകിതരായിരുന്നു. സമാധാന ഉടമ്പടി ഏത് സമയം വേണമെങ്കിലും തകരാമെന്ന് അവർ ഭയപ്പെട്ടു. മറ്റു ചില കിംവദന്തികളും ഉണ്ടായിരുന്നു. ചില താലിബാൻ പോരാളികൾ ഈ ഉടമ്പടിയുമായി യോജിപ്പിലല്ലെന്നും തങ്ങളുടെ അവസാന ശ്വാസം വരെ പോരാടുമെന്നുമാണ് അവർ പറയുന്നത്. ഇത്തരം ജനശ്രുതികൾ കേട്ടപ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്? അവർ പറയുന്നത് ജാമിയ ഹഫ്സയ്ക്കും ചുവന്ന പള്ളിക്കും വേണ്ടി അവർക്ക് പകരം വീട്ടണം എന്നതാണ്. പക്ഷേ ആ സംഭവങ്ങൾക്കൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല. ഉത്തരവാദികളായ ആളുകൾക്കെതിരെ എന്തുകൊണ്ടാണ് അവർ പ്രതികാരം ചെയ്യാത്തത്? കുറച്ച് മുമ്പ് മൗലാന ഫസലുള്ള തൻ്റെ FM റേഡിയോയിലൂടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നിബന്ധന എടുത്തു മാറ്റുന്നതായി പ്രഖ്യാപിച്ചു. മാർച്ച് 17 നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാമെന്നും പക്ഷേ അവർ സ്വയം മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്നും തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. 2009 ഫെബ്രുവരി 22 ഞായർ. മാർക്കറ്റിലെ സ്ത്രീ സാന്നിധ്യം. ഇന്ന് ഞങ്ങൾ മിൻഗോറയിലെ ചൈന മാർക്കറ്റിൽ പോയിരുന്നു. സ്ത്രീകൾക്ക് മാത്രമായുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട്. പോകുന്ന വഴി ഞങ്ങൾ വളരെ ഭയപ്പെട്ടിരുന്നു. സ്ത്രീകൾ ഷോപ്പിങ്ങിന് പോകുന്നതിൽ നിന്നും താലിബാൻ വിലക്കുണ്ടായിരുന്നു. മാർക്കറ്റിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഞെട്ടലോടെ കാണാൻ കഴിഞ്ഞത് അവിടെ വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. മുമ്പ് വളരെ തിരക്കേറിയ സ്ഥലമായിരുന്നു ഇവിടം. സ്ത്രീകളുടെ തള്ളും വഴക്കും വരെ ഉണ്ടാകാറുണ്ട്. 2009 ഫെബ്രുവരി 23 തിങ്കൾ. രക്ഷിതാക്കളുടെ ഭയം. ഇന്നെനിക്ക് സ്കൂളിൽ പോകാമെന്ന് അറിയുന്നത് കൊണ്ട് വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ്. സ്കൂളിൽ ചില പെൺകുട്ടികൾ യൂണിഫോം ധരിച്ചിരുന്നപ്പോൾ മറ്റുള്ളവർ സാധാരണ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അസംബ്ലി സമയത്ത് പെൺകുട്ടികൾ അങ്ങേയറ്റം സന്തോഷത്തോടെ കാണപ്പെട്ടു. പരസ്പരം ആശ്ലേഷിച്ചു. അസംബ്ലിക്ക് ശേഷം പ്രധാന അധ്യാപിക താലിബാന്റെ ശാസന പാലിച്ചുകൊണ്ട് ശരീരം മൂടുവാനും ബുർഖ ധരിക്കുവാനും ഞങ്ങളെ ഉപദേശിച്ചു. എൻ്റെ ക്ലാസ്സിലാകെ 12 പെൺകുട്ടികളെ ഹാജരായിട്ടുണ്ടായിരുന്നുള്ളൂ. പലരും സ്വാത്തിൽ നിന്നും പലായനം ചെയ്തിരുന്നു. മറ്റു ചില രക്ഷിതാക്കൾ ഭയം കാരണം സ്കൂളിലേക്ക് അയച്ചിരുന്നില്ല. 2009 ഫെബ്രുവരി 25 ബുധൻ. മനുഷ്യ ബോംബുകൾ. എൻ്റെ ഉമ്മയ്ക്ക് സുഖമില്ലാത്തതിനാലും ഉപ്പ പട്ടണത്തിന് പുറത്തുള്ള ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയതിനാലും ഇന്ന് പ്രാതൽ തയ്യാറാക്കിയതിന് ശേഷമാണ് ഇന്ന് ഞാൻ സ്കൂളിലേക്ക് പോയത്. ഞങ്ങൾ ക്ലാസ്സിനുള്ളിൽ പല കളികളിലും ഏർപ്പെട്ടു. കൂടാതെ മുൻപത്തെ പോലെ ഞങ്ങൾ രസിച്ചുല്ലസിച്ചു. മുൻപ് അടിക്കടി വരാറുള്ള ഹെലികോപ്റ്ററുകളെ ദിവസങ്ങളെ കാണാതായിരിക്കുന്നു. താലിബാനെയും സൈന്യത്തെയും കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ചകളും കുറഞ്ഞു വന്നിരിക്കുന്നു. ഉച്ചതിരിഞ്ഞ് ഞാനും ഉമ്മയും കസിനും മാർക്കറ്റിൽ പോയി. ഒരു സമയത്ത് ബുർഖ ധരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ബുർഖ ധാരണം എന്നിൽ മടുപ്പ് ഉളവാക്കിയിരിക്കുന്നു. സ്വത്തിൽ
ഒരു അപവാദ കഥ നിലനിന്നിരുന്നു. പ്രാദേശിക ബുർഖ ധരിച്ച ഒരു സ്ത്രീ ഒരിക്കൽ വഴിയിൽ വീണുപോയി. ഒരാൾ അവരെ സഹായിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നു. പക്ഷേ ആ സ്ത്രീ അയാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ സഹായിക്കേണ്ടതില്ല സഹോദര. താലിബാൻ നേതാവ് മൗലാന ഫസലുള്ള ഇത് കണ്ട് ആനന്ദിക്കട്ടെ. ഞങ്ങൾ സാധാരണയായി സാധനങ്ങൾ വാങ്ങാറുള്ള മാർക്കറ്റിലെ ഒരു കടയിൽ പ്രവേശിച്ചപ്പോൾ ആ കടക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ കണ്ടപ്പോൾ മനുഷ്യ ബോംബുകളാണെന്ന് കരുതി അദ്ദേഹം പേടിച്ചു പോയത്രേ. 2009 ഫെബ്രുവരി 27 വെള്ളി. സമാധാനത്തിനായുള്ള കാത്തിരിപ്പ്. ഇന്ന് സ്കൂളിൽ വെച്ച് എൻ്റെ 2 സുഹൃത്തുക്കളെ കണ്ട് അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കലാപം നടന്ന സമയത്ത് അവർ റാവൽപിണ്ടിയിലേക്കാണ് പോയിരുന്നത്. അവർ പറയുന്നത് റാവൽപിണ്ടി ശാന്തമാണെന്നാണ്, കൂടാതെ അവിടുത്തെ ജീവിത നിലവാരവും കൊള്ളാം. എന്നാലും സ്വാത്തിൽ സമാധാനം തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയായിരുന്നു അവൾ. ഇപ്പോൾ അതുകൊണ്ടാണ് തിരിച്ചു വന്നതും. 2009 മാർച്ച് 1 തിങ്കൾ. താലിബാനോടൊപ്പം നിന്നാൽ പണം. ഓരോ ദിവസവും കഴിയും തോറും ക്ലാസ്സിലെ ഹാജർ നില മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇന്ന് 27-ൽ 19 വിദ്യാർത്ഥികളും ഹാജരായിരുന്നു. മാർച്ച് 9 മുതലാണ് പരീക്ഷ തുടങ്ങുന്നത്. അതിനാൽ ഞങ്ങൾ കൂടുതൽ സമയം പഠനത്തിന് വേണ്ടി ചിലവഴിക്കാൻ ശ്രമിച്ചു. ഇന്ന് ഞാൻ മറ്റുള്ളവരുമായി ചൈന മാർക്കറ്റിൽ പോയി ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു. അടച്ചുപൂട്ടാൻ പോകുന്നതുകൊണ്ട് ഒരു കടക്കാരൻ വിൽപ്പന നടത്തുന്നുണ്ടായിരുന്നു. ചൈന മാർക്കറ്റിലെ പല കടകളും ഇതിനോടകം തന്നെ അടച്ചു പൂട്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഷെല്ലിംഗ് എന്നും ഇല്ലാത്തതിനാൽ ഞങ്ങൾക്ക് നന്നായി ഉറങ്ങാൻ കഴിയുന്നുണ്ട്. പക്ഷേ താലിബാൻ ഇപ്പോഴും അവരുടെ പ്രദേശങ്ങളിൽ കർമ്മ പരിപാടികളുമായി നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറിപ്പോയവരുടെ സാധനങ്ങൾ ഇതിനിടയിൽ അവർ കൊള്ളയടിക്കുന്നുമുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ സഹോദരൻ അവന് പരിചയമുള്ള ചിലർ താലിബാൻകാർക്കൊപ്പം വണ്ടിയിൽ തിരച്ചിൽ നടത്തുന്ന അമ്പരപ്പിക്കുന്ന കാഴ്ച കണ്ട കാര്യം എന്നോട് പറയുകയുണ്ടായി. അവളുടെ സഹോദരൻ പറയുന്നത് അവൻ്റെ പരിചയക്കാരൻ പകൽ പണിക്ക് പോവുകയും രാത്രിയിൽ താലിബാൻകാർക്കൊപ്പം നടക്കുകയും ചെയ്യുന്നുണ്ടു എന്നാണ്. ഒരു താലിബ് അല്ലാതിരുന്നിട്ട് പോലും എന്തിനാണ് അവർക്കൊപ്പം നടക്കണമെന്ന് അവളുടെ സഹോദരൻ അവരോട് ചോദിച്ചപ്പോൾ മറുപടി ഇതായിരുന്നു, പകൽ അവൻ പണം സമ്പാദിക്കുന്നുണ്ടെങ്കിലും രാത്രിയിൽ താലിബാൻകാർക്കൊപ്പം പ്രവർത്തിക്കുമ്പോഴും അവന് പണം ലഭിക്കുന്നുണ്ടത്രേ. 2009 മാർച്ച് 3 ചൊവ്വ. സമാധാന ഉടമ്പടിക്ക് നിലനിൽപ്പില്ല. എൻ്റെ ഇളയ സഹോദരന് സ്കൂളിൽ പോകുന്ന അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നതെങ്കിലും ആർപ്പ് വിളിച്ചുകൊണ്ടാണ് അവൻ തിരിച്ച് വീട്ടിലേക്ക് വരാറ്. പക്ഷേ ഇന്ന് അവൻ പതിന് വിപരീതമായി കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. വരുന്ന വഴി ആരെയോ കണ്ടു. അയാൾ തന്നെ തട്ടിക്കൊണ്ടുപോകും എന്ന് കരുതി പേടിച്ചാലാണ് അവൻ നിലവിളിച്ചത്. എൻ്റെ സഹോദരൻ പലവട്ടം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പടച്ചോനെ, സ്വത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കണമേ. ഇനി അതിന് കഴിയില്ലെങ്കിൽ US-നെയോ ചൈനയെയോ ഇവിടെ എത്തിക്കണമേ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സൈന്യവും താലിബാനും തമ്മിൽ മറ്റൊരു സംഘർഷം ഉണ്ടായി. ചില വെടിവെച്ചുകളൊക്കെ ഞാൻ കേട്ടു. സമാധാനം നിലനിൽക്കാൻ പോകുന്നില്ലെന്ന് ജനങ്ങൾ വീണ്ടും ഭയപ്പെട്ടു. സമാധാന ഉടമ്പടി എന്നും നിലനിൽക്കില്ലെന്നും ഇത് യുദ്ധത്തിന് മുമ്പുള്ള ഒരു ഇടവേള മാത്രമാണെന്ന് ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു. 2009 മാർച്ച് 4 ബുധൻ. FM റേഡിയോ ഭീഷണി. എത്ര കുട്ടികളാണ് FM റേഡിയോ കേൾക്കാറുള്ളതെന്ന് ഞങ്ങളുടെ ടീച്ചർ ഇന്ന് ചോദിച്ചു. അധികം പെൺകുട്ടികളും പറഞ്ഞ് തങ്ങൾ അത് സ്ഥിരമായി ശ്രവിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ കേൾക്കാറില്ല എന്നായിരുന്നു. പക്ഷേ കുറച്ച് പെൺകുട്ടികൾ ഇപ്പോഴും കേൾക്കാറുണ്ടെന്നും പറഞ്ഞു. FM റേഡിയോ സംപ്രേഷണം നിർത്തലാക്കിയാൽ മാത്രമേ സ്വത്തിൽ സമാധാനം തിരിച്ചു വരികയുള്ളൂ എന്നാണ് പെൺകുട്ടികളുടെ കാഴ്ചപ്പാട്. താലിബാൻ പറയുന്നത് അവർ FM റേഡിയോ ഉപയോഗിക്കുന്നത് ഖുർആൻ പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടിയാണ് എന്നാണ്. പക്ഷേ കമാൻഡർ ഖലീൽ ഖുർആൻ പഠനത്തിന് ചെറിയൊരു വിവരണം നൽകിയതിനു ശേഷം എതിർ കക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി FM ഉപയോഗിക്കാറാണ് പതിവ്. FM റേഡിയോയിൽ കൊലപാതകത്തെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചുമുള്ള പ്രഖ്യാപനങ്ങളാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. ഇടവേള സമയത്ത് ഞങ്ങളുടെ സ്കൂളിന് മുകളിലൂടെയായി ഹെലികോപ്റ്ററുകൾ താഴ്ന്നു പറക്കുന്നത് കണ്ടു. പെൺകുട്ടികൾ പുറത്തിറങ്ങി പട്ടാളക്കാർക്ക് നേരെ കൈവീശി കാണിച്ചു. കൈവീശി കാണിക്കുമ്പോൾ പട്ടാളക്കാർ ക്ഷീണിതരെ പോലെ കാണപ്പെട്ടു. ഡയറി കുറിപ്പുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തത് അഭിമുഖമാണ്, ഓർമ്മക്കുറിപ്പ്. അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.